ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വരച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു റീട്രേസ്മെൻറ്റ് ഏരിയയിലാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഇന്ന് ഏകദേശം 24,150 അടുപ്പിച്ച് മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 50% റീട്രേസ്മെൻറ്റ് ഏരിയ ആണിത്. ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ വരുന്നതിൻ്റെ 50% റീട്രേസ്മെൻറ്റ് ഏരിയയിലാണ് നമ്മൾ ഈ ഫിബ് വരച്ചിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് അടുത്ത ഹയർ ടൈം ഫ്രെയിമിലൊരു ലോ ക്രിയേറ്റ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ അപ് ട്രെൻഡിലാണുള്ളത്. അപ്പോൾ ഒരു ലോ ക്രിയേറ്റ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള ഈ ട്രെൻഡാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടെ നമുക്ക് നോക്കേണ്ടി വരും. ട്രെൻഡ് ലൈന് സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇനിയുള്ള ഏരിയകളെല്ലാം ഒരു പുൾ ബാക്കിന് സാധ്യതയുള്ള ഏരിയയാണ്. ഏകദേശം 23,900 മുതൽ 24,100 വരെയുള്ള ലെവൽസ് എല്ലാം ഇവിടെ നിന്ന് വേണമെങ്കിലും നിഫ്റ്റിക്ക് ഒരു പുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇനി അങ്ങോട്ട് മാർക്കറ്റ് ഷോർട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഇന്നത്തെ 15 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് 24,229 താഴോട്ട് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ 24,137 വരെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇന്ന് മൊത്തം മാർക്കറ്റ് ഈ ഒരു ലെവല് താഴെയാണ് സസ്റ്റെയിൻ ചെയ്ത് നിന്നത്. നമ്മൾ ഇൻട്രാഡേയുടെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ S1 ഫസ്റ്റ് സപ്പോർട്ടിന് താഴെ മാർക്കറ്റ് ഇന്ന് മൊത്തം സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ഒരു ഫോൾ വന്നതും ആ ഒരു ഹൈയിൽ നിന്നാണ്, ആ ഒരു റെസിസ്റ്റൻസിൻ്റെ താഴെ നിന്നാണ് മാർക്കറ്റ് S2 താഴോട്ട് മാർക്കറ്റ് വീണത്. മാർക്കറ്റ് സ്ട്രോങ് ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ സപ്പോർട്ടിൽ മാർക്കറ്റ് റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്, അവിടെ നിന്നൊരു സ്ട്രോങ് ബൈക്കുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ താഴെയാണ്, ആ ഒരു സപ്പോർട്ടിന് താഴെയാണ് മാർക്കറ്റ് ഇന്ന് മൊത്തം അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിന്നത്. അതിനുശേഷമാണ് ഒരു ഫോള് താഴോട്ട് വന്നത്. ഇന്നത്തെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിഫ്റ്റിക്ക് മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ ഇന്ന് സപ്പോർട്ട് കൊടുത്തത് നിഫ്റ്റി ഡിഫൻസ് സെക്ടറാണ്. 1.29% ആണ് ഡിഫൻസ് സെക്ടർ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഫ്ലാറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരുന്നു. നിഫ്റ്റി IT ആണ് ഏറ്റവും ലോസിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT -1.93% ആണ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് നിഫ്റ്റി റിയാലിറ്റി -1.42%, മൈനസായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാം ഒരു 0.5%-നുള്ളിലേക്കാണ് ഏകദേശം എല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റി ഡിഫൻസ് ആണെന്ന്. സ്ട്രോങ് അല്ലെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ വലിയൊരു ഫോളിലോട്ട് പോകുമായിരുന്നു. നിഫ്റ്റി FMCGയും 0.77% ആണ് ഇടിച്ചിട്ടുള്ളത്. നിഫ്റ്റി ഇന്ത്യ ടൂറിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് -0.67%. നിഫ്റ്റി മെറ്റൽ നെഗറ്റീവ് -0.61%-ഉം നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് നിഫ്റ്റി 50-ലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്ക് ആണ് ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിട്ടുള്ളത്. 1.28% ആണ് പോസിറ്റീവായിട്ടാണ് ആക്സിസ് ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റ് ഗെയിനേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്ക്, മാക്സ് ഹെൽത്ത് കെയർ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര M&M, ഗ്രാസിം ഇൻഡസ്ട്രീസ്, പവർ ഗ്രിഡ്, റിലയൻസ്, ഇത് ഇത്രയാണ് ഈ 6 സ്റ്റോക്കുകളാണ് നിഫ്റ്റി 50-ൽ ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിട്ടുള്ളത്. ടോപ്പ് ലോസേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ഇൻഫോസിസ്, വിപ്രോ, HCL ടെക്നോളജി, ഭാരതി എയർടെൽ, IT സെക്ടറിലുള്ള സ്റ്റോക്കുകളാണ്. ഇൻഫോസിസ്, വിപ്രോയൊക്കെ എല്ലാം HCLൊക്കെ എല്ലാം IT സെക്ടറിലാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്ന സെക്ടർ വന്നിട്ട് IT സെക്ടറാണ്. ഈ 6 സ്റ്റോക്കുകളാണ് നിഫ്റ്റി 50-ൽ സ്ട്രോങ് ലോസേഴ്സിൽ വന്നിട്ടുള്ളത്. നമുക്ക് നാളത്തെ ഇൻട്രാഡേ ചാർട്ട് നോക്കാം. അതിന് മുന്നേ 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കാം. നാളെ മാർക്കറ്റിൽ ഈ ഒരു ലെവലിന് താഴെയാണ് മാർക്കറ്റ് ക്ലോസിംഗ് വരുന്നതെങ്കിൽ നാളത്തെ ഓപ്പണിംഗ് 24,137 താഴെ മാർക്കറ്റ്
ഈ ഒരു ഏരിയയ്ക്ക് താഴെ ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് 24,000-ലോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇന്ന് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിന്ന ലെവലാണ് 24,227. നാളെ 24,207 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഹയർ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഡൗൺ ട്രെൻഡാണ്, ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് താഴെ ഇന്നലെ നമുക്കൊരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇന്ന് ഇതിന് താഴെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പൊക്കെയാണ് വരുന്നതെങ്കിൽ ഇതിന് താഴെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് ഇവിടെ നിന്നൊരു റിവേഴ്സ് വരുന്നത് ആ സമയത്ത് മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ കിട്ടത്തുള്ളൂ അപ് ട്രെൻഡിലോട്ട്. ഇവിടെ ഡൗൺ ട്രെൻഡ് ഫോളോ ചെയ്യുന്നിടത്തോളം കാലം, അതായത് ലോവർ ലോ ലോവർ ഹൈ ഫോളോ ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ റിവേഴ്സ് നോക്കാൻ പാടില്ല. മുകളിലോട്ട് ഈ ഒരു ലെവലാണ്, മുകളിലോട്ട് 24,227 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ വരുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,300 വരയ്ക്കും മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ലെവൽ വരയ്ക്കും മാർക്കറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. 310 ലെവലിലോട്ട് മാർക്കറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്ന എല്ലാം തൊട്ടടുത്ത് തന്നെ വീണ്ടും റെസിസ്റ്റൻസ് ഉണ്ട്. $24,310 കഴിഞ്ഞാൽ 24,356 നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. താഴോട്ട് നമുക്ക് 24,137 നാളെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,000-ലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരും. നമുക്ക് ഇൻട്രാഡേ ലോഡ്സ് നോക്കാം. ഇന്നത്തെ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ ഒരു ലെവൽ സ്ട്രോങ്, ഇതിന് മുകളിലാണ്, S1-ന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്നൊരു സ്ട്രോങ് സപ്പോർട്ട് കിട്ടി മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്കവിടെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നു, താഴോട്ട് ഡൗൺ ട്രെൻഡ് കാണിച്ചതാണ്. ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ പലവട്ടം മാർക്കറ്റ് 24,222 ഫസ്റ്റ് റെസിസ്റ്റൻസ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പലവട്ടം ശ്രമിച്ചതാണ്. പക്ഷേ ഇവിടെ ഒരിടത്തും മാർക്കറ്റിന് മുകളിലോട്ട് കയറിപ്പോകാനുള്ള ഒരു ബൈയിങ് പ്രഷർ ഇന്നത്തെ മാർക്കറ്റിൽ ഇല്ലായിരുന്നു. അവസാനത്തെ സമയത്ത് ഇതാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു ബ്രേക്ക് കൊടുക്കുന്നു എന്ന് തോന്നിപ്പിച്ചിട്ടാണ്, ഇന്ന് എക്സ്പയറി ആയിരുന്നു നിഫ്റ്റിയുടെ, ഒരു ഫേക്ക് ബ്രേക്കൗട്ട് കാണിച്ചിട്ടാണ് താഴോട്ട് മാർക്കറ്റ് വീണത്. എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഇതല്ല, ഇന്നത്തെ ലോ എന്ന് പറയുന്നത് ഇതല്ല. കാരണം ഇന്നത്തെ 24,200 സ്ട്രൈക്ക് പ്രൈസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 രൂപയിൽ നിന്ന് 6 രൂപയിൽ നിന്ന് ഏകദേശം 60-70 രൂപ അടുപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് 3:15 ശേഷം 70 രൂപ, 6 രൂപയിൽ കിടന്ന പ്രീമിയം 70-ൽ പോയിട്ട് തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലോ വന്നിരിക്കുന്നത് ഇവിടെയില്ല. കാരണം ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് പ്രൈസ് ആക്ഷൻ അനുസരിച്ച് കറക്റ്റായിട്ട് നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നോക്കുന്ന ഇന്നത്തെ ലോ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ കാണുന്ന റെഡ് ക്യാൻഡിലാണ് നമ്മൾ ഇന്നത്തെ ലോ ആയിട്ട് കണക്കാക്കുന്നത്. നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ വീക്കിലി ഒരു ചാർട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന എന്താണ്, ഇന്നത്തെ ലോ ഇതാണ്. ഇന്നത്തെ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 24,166, ക്ലോസിംഗ് വന്നിരിക്കുന്നത് 24,154. ഇതിൻ്റെ ഈ ഒരു ലോ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാർട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഈ ചാർട്ടുകൾ നമ്മൾ പഠിക്കാനെടുക്കുന്ന സമയത്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഇത് വെച്ചായിരിക്കും. പക്ഷേ 3:15 ശേഷം ഏകദേശം 6 രൂപയിൽ കിടന്ന പ്രീമിയം 70 രൂപ അടുപ്പിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറഞ്ഞത് ഒരു 100 പോയിൻറ്റിൻ്റെ ഫോളെങ്കിലും മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ടാവണം. മാർക്കറ്റ് ഏറ്റവും കുറഞ്ഞത് ഇവിടെ നിന്ന് ഈ ഒരു ലെവലിലോട്ട് 24,050 വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു കയറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് കിട്ടുന്നില്ല, നമുക്ക് ഈ അവസാനത്തെ 15 മിനിറ്റുള്ള ക്യാൻഡിൽ ചാർട്ടിൽ കിട്ടുന്നില്ല. ഈ 15 മിനിറ്റ് മാർക്കറ്റ് മൂവാണ്, നിഫ്റ്റിയുടെ ക്യാൻഡിൽ മൂവായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഈ 3:15 എവിടെയാണോ സ്റ്റോപ്പ് ആവുന്നത് അവിടെ ഒരു ഡോട്ടും, പിന്നെ 3:30 എവിടെയാണോ ഓപ്പൺ ആവുന്നത് അവിടെ ഒരു ഡോട്ടും മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനിടയ്ക്ക് പ്രൈസ് മൂവ് ആവുന്ന ക്യാൻഡിൽ നമുക്ക് ചാർട്ടിൽ വരുന്നില്ല. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ഡേ ചാർട്ടൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ ചാർട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ക്യാൻഡിൽ, കാരണം അത് ട്രേഡ് നടന്നിട്ടുള്ള ഏരിയ ആണ്,
ആ ട്രേഡ് നടന്നിട്ടുള്ള ഏരിയ പക്ഷേ നമ്മൾ കാണുന്നില്ല. പിന്നീട് നമുക്കിപ്പം ഇന്നത്തെ മാർക്കറ്റിൽ അറിയാം, മാർക്കറ്റ് ഇന്ന് വലിയൊരു ഫോള് സംഭവിച്ചിട്ടാണ്, 3.4 ശേഷം ഒരു ഫോള് സംഭവിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അല്ലെങ്കിൽ ഈ 6 രൂപയിൽ കിടന്ന പ്രീമിയം 60-ലോ 70-ലോട്ടോ പോകാൻ സാധ്യത ഒട്ടുമില്ല. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിലോ ഫ്യൂച്ചറിലോ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രീമിയത്തിലൊരു ഇത്രയും വലിയൊരു ഹ്യൂജ് മൂവ്മെൻറ്റ് വരത്തുള്ളൂ. പക്ഷേ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ ആ സാധനം കാണുന്നില്ല. പക്ഷേ ട്രേഡ് നടന്നിട്ടുണ്ട്, ഈ ഏരിയയിൽ ട്രേഡ് നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇന്നത്തെ പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ് അത്രയും നടന്നിട്ടുണ്ട്. സീറോ ഹീറോയൊക്കെ ലാസ്റ്റ് 15 മിനിറ്റിൽ നടന്നിട്ടുണ്ട്. 6 രൂപയിൽ കിടന്ന പ്രീമിയം 60-70 പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു വലിയൊരു ഫോള് വരികയും മാർക്കറ്റ് തിരിച്ച് കയറി ക്ലോസ് ചെയ്യുകയും ചെയ്തു അവിടെ. അതാണ് സംഭവിച്ചത്. പക്ഷേ നമുക്ക് നമ്മുടെ ബ്രോക്കറായിരുന്നാലും എവിടെയായിരുന്നാലും നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു സാധനം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുപോട്ടെ. അപ്പോൾ നാളത്തെ മാർക്കറ്റിൽ CPR വരുന്നത് വൈഡ് CPR ആണ്. 24,173 മുതൽ 24,012 വരയ്ക്കാണ്. ഏകദേശം വൈഡ് CPR ആയിട്ട് കൂട്ടാൻ പറ്റില്ല, ഏകദേശം 30 പോയിൻറ്റിൻ്റെ CPR തന്നെയാണ് വരുന്നത്. ചെറിയൊരു വൈഡ് അല്ലെങ്കിൽ നാരോ രണ്ടിലും കൂട്ടാം. CPRൻ്റെ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ CPR ബ്രേക്ക് ചെയ്താൽ പോലും മുകളിൽ 24,218, 24,231 എന്നുള്ള, അതായത് ഇന്ന് മൊത്തം റെസിസ്റ്റൻസ് ആയിരുന്ന ഏരിയ ഉണ്ട്, അത് ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിൽ മാർക്കറ്റ് ക്ലോസിങ് ആദ്യത്തെ 5 മിനിറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗണോ വന്ന് ഇതിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമേ ഇത് ഇനി ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. കാരണം ഇന്നത്തെ ഡേയിൽ ഇന്ന് മൊത്തം ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നത്, നാളത്തെ മാർക്കറ്റിൽ ഇത് ക്രോസ് ചെയ്ത് മുകളിലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ പിന്നെ 24,218, 24,231 എന്നുള്ള ഏരിയ സപ്പോർട്ട് കൊടുക്കും നിഫ്റ്റിക്ക്. പക്ഷേ അതുവരയ്ക്കും ഇവിടെ ഒരു CPR ഉണ്ട്, 2 റെസിസ്റ്റൻസ് ഉണ്ട്. ഇതെല്ലാം ബ്രേക്ക് ഔട്ട് കിട്ടി മാർക്കറ്റ് ടൈമിൽ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടണം, എങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അപ്പം നാളെ ശ്രദ്ധിക്കേണ്ട ലെവൽസ് CPRൻ്റെ ബോട്ടം 24,174 തൊട്ട് 24,186 വരുന്ന റെസിസ്റ്റൻസ് സോണും അതിന് മുകളിൽ CPRൻ്റെ മുകളിൽ വരുന്ന 24,218, 24,231 സോണും നാളെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഇതിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ മുകളിലോട്ട് എൻട്രി എടുക്കുന്നവർക്ക് കൺഫർമേഷൻ വേണമെങ്കിൽ ഈ 2 സോണും മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയിരിക്കണം. താഴത്തെ ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് 24,078 മുതൽ 24,092 വരെ വരുന്ന സോണാണ് ഫസ്റ്റ് സപ്പോർട്ട് കിട്ടുക. രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 23,993 മുതൽ 24,009 വരെയുള്ള സോണാണ് രണ്ടാമത്തെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. മുകളിൽ ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് CPRും CPRന് മുകളിലുള്ള റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് 24,230 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 24,295 തൊട്ട് 24,309 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് സെൻസെക്സ് നോക്കാം. സെൻസെക്സും ഇന്നലെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു സോണിനുള്ളിലാണ് ഇന്ന് മൊത്തം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. നാളത്തെ CPR വരുന്നത് സെൻസെക്സിൽ 77,291 തൊട്ട് 77,404 വരെയൊക്കെയാണ് നാളത്തെ CPR വരുന്നത്. CPRൻ്റെ താഴെ തന്നെയാണ് ഇന്നും മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ഇത്രയും സോണ് CPRനുള്ളിൽ വരുന്ന ഈ ഒരു റെസിസ്റ്റൻസ്, CPRന് തൊട്ട് മുകളിൽ വരുന്ന ഈ ഒരു റെസിസ്റ്റൻസ്, ഇത് ഇത്രയും ബ്രേക്ക് ചെയ്ത് മുകളിൽ നിന്നാൽ മാത്രമേ സെൻസെക്സും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടത്തുള്ളൂ. ഫസ്റ്റ് റെസിസ്റ്റൻസ്, അതായത് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നതിന് തൊട്ട് മുകളിൽ വരുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് 77,294 തൊട്ട് 77,331 വരെയാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്. രണ്ടാമത്തത് 77,423 തൊട്ട് 77,464 ഇതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 77,660 തൊട്ട് 77,700 വരയ്ക്കും മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. സസ്റ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ താഴെ 77,008, 77,049 ഫസ്റ്റ് സപ്പോർട്ട് കിട്ടും താഴോട്ട് വരികയാണെങ്കിൽ. രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 76,782 മുതൽ 76,723 രണ്ടാമത്തെ സപ്പോർട്ട് വരിക. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് CPRനും ഫസ്റ്റ് റെസിസ്റ്റൻസിനും ഇടയിൽ, സപ്പോർട്ടിനും ഇടയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്.
ബാങ്ക് നിഫ്റ്റിയിൽ നാളെ CPR വരുന്നത് 57,390 തൊട്ട് 57,400 വരേക്കാണ് ഫസ്റ്റ് CPR വരുന്നത്. CPRന് മുകളിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരും 57,465, 57,493 ഫസ്റ്റ് റെസിസ്റ്റൻസ്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് ആണ്, കാരണം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് CPRന് താഴെയാണ്. അപ്പോൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരും ഇതായിരിക്കും 57,310 തൊട്ട് 57,355 വരേക്കാണ്. ഫസ്റ്റ് സപ്പോർട്ട് വരിക 57,126 തൊട്ട് 57,163. രണ്ടാമത്തെ സപ്പോർട്ട് കിട്ടുക 56,959 തൊട്ട് 56,990 വരേക്കാണ് രണ്ടാമത്തെ സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റിക്ക് കിട്ടുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നാളെ നമ്മുടെ ലൈവ് മാർക്കറ്റിൽ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.